തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പെൺകുട്ടിയുടെ ദേഹത്ത് രണ്ടാനച്ഛൻ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിച്ചു. പ്രണയബന്ധം അറിഞ്ഞപ്പോഴാണ് +2 വിദ്യാർത്ഥിയുടെ ദേഹത്ത് പൊള്ളലേൽപ്പിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, വല്ലാത്തൊരു ക്രൂരതയാണ്. എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യനില? കാര്യമായി പൊള്ളലേറ്റിട്ടുണ്ടോ? ഈ അച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയോ തുടർ നിയമ നടപടിയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഗോകുൽ, എന്തായാലും നടക്കുന്ന സംഭവം തന്നെയാണ് വീണ്ടും തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നിന്ന് വരുന്നത്. ഇത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെഞ്ഞാറമൂട് മരുതമൂടാണ് ഈ സംഭവം. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ്. അവിടുത്തെ +2 വിദ്യാർത്ഥിനിയാണ് രണ്ടാനച്ഛൻ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിച്ചത്. ആദ്യം മുഖത്തായി പൊള്ളിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ഈ കുട്ടി തടഞ്ഞതോടെ കയ്യിലും കുട്ടിയുടെ ശരീരത്തിലും ചെറുതായി പൊള്ളലേറ്റു. പരിക്ക് ഗുരുതരമുള്ളതല്ല. ഈ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ +2 വിദ്യാർത്ഥിനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയം വീട്ടിൽ ഈ രണ്ടാനച്ഛൻ അറിഞ്ഞതോടെയാണ് ഈ പെൺകുട്ടിയുടെ മുഖം വികൃതമാക്കാൻ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടാനച്ഛൻ നെടുമങ്ങാട് പച്ച സ്വദേശിയാണ്. 15 വർഷമായി ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പമാണ് താമസം. ഈ പെൺകുട്ടി ഇവർ വാടകയ്ക്ക്, ഈ മരുതമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്കാണ് നിലവിൽ താമസിക്കുന്നത്. എന്തായാലും വെഞ്ഞാറമൂട് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടാനച്ഛനെ അതിനുശേഷമായിരിക്കും, കേസ് എടുത്തതിന് ശേഷമായിരിക്കും എതിരെയുള്ള നടപടികൾ പോലീസ് എടുക്കുക. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ്റെ ക്രൂരത. പ്രണയബന്ധം അറിഞ്ഞ പ്രകോപനത്തിൽ, ആ ദേഷ്യത്തിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളലേൽപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഗുരുതരമായ പരിക്കല്ല. പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്.